ഹായ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിൽ എത്തുന്നത്. അപ്പം വിൻ്ററിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു, ഇപ്പം സ്പ്രിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി ആളുകൾ ഇപ്പം ഞാൻ തന്നെ ആയാലും ജസ്റ്റ് വെളിയിലോട്ടൊക്കെ ഇറങ്ങിയാണ് ഒരു പാർക്കിലേക്ക്. അപ്പം ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിലവിലെ സാഹചര്യം, ഇപ്പോൾ യൂറോപ്പിലെ ഒരു സാഹചര്യം നിങ്ങൾക്കറിയാം, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ എസ്പെഷ്യലി സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന കുറേ സ്റ്റുഡൻസിൻ്റെ കാര്യം, അതോടൊപ്പം തന്നെ ഇപ്പോൾ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾ, ഇവരൊക്കെ അനുഭവിക്കുന്ന കുറേ സ്ട്രഗിൾസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ നിലവിലൊരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പഠിക്കാനായിട്ട് ധാരാളം വിദ്യാർത്ഥികളാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് നമ്മുടെ യൂറോപ്പിലേക്കും മറ്റ് പല രാജ്യങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് വരുന്നതിൽ എല്ലാവർക്കും ജോലി ലഭിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ലഭിക്കുന്നുണ്ടോ, ഇതൊരു പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ ഒരു അവസ്ഥ. ഞാൻ കുറച്ച് നാളായിട്ട് ഇത് കാണുമ്പോൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ, വരുന്ന അല്ല സ്റ്റഡീസിനായിട്ട് വരുന്ന എല്ലാ സ്റ്റുഡൻസിനും പഠനത്തിന് ശേഷം അവരാഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ജോലി പിന്നീട് ഈ ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ അവർ പഠിക്കാനായി വരുന്ന രാജ്യത്ത് നിൽക്കാനുള്ള ആ ഒരു ജീവിത സാഹചര്യവുമായിട്ട് മുന്നോട്ട് പോകാൻ ഉതകുന്നതായിട്ടുള്ളൊരു ജോലി എല്ലാവർക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ചൊരു ജോലിയുമായിട്ടുള്ളൊരു ബന്ധപ്പെട്ട ഒരു ജോലിയല്ല നമുക്ക് ലഭിക്കുന്നതെങ്കിൽ, ലോങ് ടേമിൽ നമുക്കിപ്പോൾ പല രാജ്യത്തും പിന്നീട് PR-നോ സിറ്റിസൺഷിപ്പിനോ പല ആളുകളും എലിജിബിൾ ആവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിനായിട്ടൊരു പ്രശ്നം. ഇത് ഇപ്പോൾ വരുന്ന സ്റ്റുഡൻസിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിലുള്ള ഈ രാജ്യങ്ങളുടെ നിയമമാറ്റം, അത് വലിയൊരു പ്രശ്നമാണ്. പല രാജ്യങ്ങളിലും അറിയാമല്ലോ, ഇപ്പോൾ യൂറോപ്പിലാണെങ്കിലും. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഞാനിപ്പോൾ ഇന്നലത്തെ ഒരു ന്യൂസ് കണ്ടപ്പം കാണുമായിരുന്നു, UK ആണെങ്കിലും ഇനി പുതിയ ഗവൺമെൻറ്, പുതിയ റിഫോം മീൻസ് പാർട്ടി പുതിയ കുറേ നിയമമാറ്റങ്ങൾ സംഭവിക്കുന്നു. നേരത്തെ 5 വർഷം PR-ന് വേണ്ടിയിരുന്നെങ്കിൽ ഇനി ചിലപ്പോൾ 10 വർഷമാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് പല വീഡിയോസും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എല്ലാ രാജ്യത്തും ഈ ഒരു നിയമമാറ്റം, അല്ലെങ്കിൽ റൂൾസിലുള്ള വലിയൊരു ചേഞ്ച്, പ്രത്യേകിച്ച് ഇമിഗ്രേഷനെതിരായിട്ടുള്ള വലിയൊരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇനിയും യൂറോപ്പിലുള്ളവരൊക്കെയാണ് എങ്കിൽ തന്നെ പല ആളുകൾക്കും പലപ്പോൾ തിരിച്ചു പോകേണ്ടി വരും. ഈ രാജ്യങ്ങളിൽ നിൽക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല. പഠനത്തിന് ശേഷം ഒരു സിറ്റിസൺഷിപ്പിലേക്കോ PR-ലേക്കോ എല്ലാവർക്കും എത്താൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ട്. ഇപ്പോൾ പല കുട്ടികളും ഇപ്പോൾ ഫ്രാൻസ്, ഇപ്പോൾ എസ്പെഷ്യലി ഇൻ ദി കേസ് ഓഫ് ഫ്രാൻസിലാണെങ്കിലും ഇപ്പോൾ യൂറോപ്പിലാണെങ്കിലും, ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരുന്ന പലരും ചിന്തിക്കും 3 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ജോലി കിട്ടുമെന്ന്. പക്ഷേ പലർക്കും സാധിക്കുന്നില്ല. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, വരുമ്പോൾ തന്നെ അറിയാമല്ലോ, ഈ രാജ്യങ്ങളിലെല്ലാം ലോക്കൽ ലാംഗ്വേജ് പഠിക്കണം. അത് ലോക്കൽ ലാംഗ്വേജ് പഠിക്കാതെ ഇവിടെ വരുമ്പോൾ തന്നെ പാർട്ട് ടൈം കിട്ടുന്നില്ല. അപ്പം പാർട്ട് ടൈം കിട്ടത്തില്ലെങ്കിൽ അത് പിന്നീട് ഒരു വലിയൊരു സ്ട്രെസ് ഉണ്ടാക്കുന്നു പല സ്റ്റുഡൻസിന്. അപ്പം അതൊരു മെയിനായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. അപ്പം ഇനി മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് തന്നെയാണ്. ഇപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ച് പല രാജ്യങ്ങളിലും നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യാത്ത കുറേ കാര്യങ്ങളിലും മെയിനായിട്ടുള്ള കാര്യം തന്നെ ഈ ലാംഗ്വേജ് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു രാജ്യത്ത് വരുന്നതിന് മുന്നേ തന്നെ പല സ്റ്റുഡൻസും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാറില്ല, നോക്കാറില്ല. ഈ ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ എത്ര നാൾ വേണം PR കിട്ടാൻ, സിറ്റിസൺഷിപ്പ് കിട്ടാൻ എന്നുള്ളത്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പം ഫ്രാൻസിൻ്റെ കേസാണെങ്കിലും അല്ലെങ്കിൽ ജർമ്മനിയുടെ കേസൊക്കെ ആണെങ്കിലും, ഈ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലാത്തടത്തോളം കാലം ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഇല്ലെങ്കിൽ നമുക്കൊരു സിറ്റിസൺഷിപ്പിനോ PR-നോ ലഭിക്കാൻ വലിയ പാടായിരിക്കും. മുൻപായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ഈസി ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ് എല്ലാം നിങ്ങൾക്കൊരു സിറ്റിസൺഷിപ്പിലേക്ക് PR-ലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയുക തന്നെ വേണം. അപ്പം ഇതറിയാതെയാണ് പല വിദ്യാർത്ഥികളും ഈ ഒരു നമ്മളിപ്പം യൂറോപ്പാണെങ്കിലും ഏത് രാജ്യം അതിനെ തിരഞ്ഞെടുക്കുന്നത്. അതൊരു മെയിനായിട്ടുള്ള പ്രോബ്ലമാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞ പോലെ തന്നെ, ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ഇവിടെ വരുന്നവർക്ക് പിന്നീട് ആ ഒരു കോഴ്സിൽ നിന്നും അവർക്ക് താല്പര്യമുള്ള, അല്ലെങ്കിൽ ആ രാജ്യം പറയുന്ന ജോലിയിലേക്ക്, അവർക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടേണ്ട ജോലിയിലേക്ക് പലരും എത്തുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ അങ്ങനെ ലഭിക്കാത്തപ്പോൾ പല സ്റ്റുഡൻസും ഇപ്പോൾ ചെയ്യുന്നത്, അവർ ഏതെങ്കിലും ചെറിയ ജോലികളിൽ നിന്ന് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പം അവരെ സംബന്ധിച്ച് ലോങ് ടേമിൽ PR സിറ്റിസൺഷിപ്പ് കിട്ടാൻ വലിയ പാടായിരിക്കും. അങ്ങനെയുള്ളവർ തിരിച്ചു പോകേണ്ടി തന്നെ വരുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ റിയാലിറ്റി. അത് യൂറോപ്പിൽ മാത്രമല്ല, ഫ്രാൻസിലോ ജർമ്മനിയിലോ മാത്രമല്ല, ഇപ്പോൾ കാനഡയിലാണെങ്കിലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഈ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നു. കാനഡയിൽ വർഷങ്ങൾക്ക് മുന്നേ പോയതാണ് ആൾ. പിന്നെ +2 കഴിഞ്ഞതിന് ശേഷം പോയാണ്. ഏകദേശം ഇപ്പോൾ 7 വർഷമായെന്നാണ് പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്. ഇപ്പോഴും പുള്ളിക്കാരിക്ക് PR കിട്ടിയിട്ടില്ല. പുള്ളിക്കാരി ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഏകദേശം 7 വർഷമായെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് 6-7 വർഷമായിട്ടും PR ലഭിക്കാത്ത കുറേ ആളുകൾ ഇപ്പോഴുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇനി സ്റ്റഡീസിന് വരുവാണെങ്കിൽ തന്നെ. അപ്പോൾ എല്ലാം ഈസി ആവണമെന്നില്ല. നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ നമുക്ക് പല കാര്യങ്ങളൊക്കെ ആണ്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ പല സ്റ്റുഡൻസും ദേ ആർ നോട്ട് റിയലി ഹാപ്പി. റിയാലിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം മെയിനായിട്ട് ഈ ഒരു പ്രശ്നം അഫക്റ്റ് ചെയ്യുന്നത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് ആയിട്ടുള്ള കുറേ സ്റ്റുഡൻസിനെയാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ,
എബോ ആവറേജായിട്ട് വരുന്ന സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ വരുമ്പോൾ തന്നെ അവർക്കൊരു പാർട്ട് ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലരും ഒരു സ്റ്റോപ്പായിട്ടുള്ളവർ നല്ലൊരു സ്റ്റാൻഡേർഡ് സ്കൂളിലാണ് പോകുന്നതെങ്കിൽ അവിടെ ക്ലാസ് ഉണ്ടാകും. അപ്പോൾ അവർക്ക് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പാർട്ട് ടൈമിന് പോകാൻ പലർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അഥവാ തന്നെ പാർട്ട് ടൈമിന് പോകുന്നവരാണെങ്കിൽ സാറ്റർഡേ സൺഡേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. അപ്പോൾ ഇവരെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് ഞാൻ അനുഭവിച്ചൊരു പ്രശ്നമാണ്. ഞാനാണെങ്കിൽ പാർട്ട് ടൈമിന് കൂടുതൽ പ്രയോറിറ്റി ആദ്യം കോളേജിൽ പോയ സമയത്ത് കൊടുത്തിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇൻറ്റേൺഷിപ്പൊക്കെ നോക്കേണ്ട സമയത്ത് ഞാൻ അത്ര ഫോക്കസ്ഡ് ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇൻറ്റേൺഷിപ്പ് എൻ്റെ കൂടെയുള്ള പലർക്കും കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ടെൻസ്ഡായി. ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ തന്നെ പല സ്റ്റുഡൻസ് ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ പാർട്ട് ടൈം നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ശരിയാണ്, പാർട്ട് ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു നോർമൽ ഫാമിലിയിൽ നിന്നാണ് ഒരു ലോണൊക്കെ എടുത്ത് വരുന്ന ഫാമിലിയിൽ നിന്നാണെങ്കിൽ എല്ലാ മാസവും വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പാർട്ട് ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ പാർട്ട് ടൈമിന് പ്രയോറിറ്റി കൊടുക്കുന്ന പല സ്റ്റുഡൻസിനും വരുന്നൊരു പ്രശ്നം, പിന്നീട് അവർക്കൊരു ഇൻറ്റേൺഷിപ്പ് നോക്കുമ്പോൾ അവർക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പോൾ അറിയാമല്ലോ 100, 200, 500 CV അയച്ചാൽ മാത്രമായിരിക്കും ചിലപ്പോൾ നമുക്ക് 1, 2 അല്ലെങ്കിൽ 5 കോൾസെങ്കിലും ഇൻ്റർവ്യൂ കോളെങ്കിലും വരുന്നത്. ഇപ്പോൾ എസ്പെഷ്യലി ഒരു നിങ്ങൾക്കൊരു ഫസ്റ്റ് ലാംഗ്വേജ് അല്ല ആ രാജ്യത്തിൻ്റെ ലാംഗ്വേജ് അറിയാത്ത ഒരാൾക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്രത്തോളം എഫേർട്ട് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ പല സ്റ്റുഡൻസ് ഇപ്പോൾ അനുഭവിക്കുന്ന മേജർ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് പഠിക്കാൻ പറ്റുന്നില്ല, അതോടൊപ്പം തന്നെ ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കേരളത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കൂടുതലും പാർട്ട് ടൈമിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ശരിയാണ്, നമ്മുടെ സാഹചര്യം കൊണ്ടായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു കാര്യമാണെങ്കിലും എൻ്റെ പല ഫ്രണ്ട്സും ഞാൻ കണ്ടിട്ടുണ്ട്, നോർത്ത് ഇന്ത്യയിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അവർ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആണെന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാർട്ട് ടൈം വലുതായിട്ടൊന്നും പ്രയോറിറ്റി കൊടുക്കുന്നില്ല. അവർ വരുമ്പോൾ തന്നെ ചിലപ്പോൾ അവർ റിച്ച് ഫാമിലിയിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും പലരും പാർട്ട് ടൈമിനെക്കാട്ടി കൂടുതൽ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിനൊക്കെ കുറച്ചുകൂടെ ഞാൻ നോക്കിയപ്പം കേരളത്തിനെക്കാട്ടി അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് സ്റ്റുഡൻസിനെക്കാട്ടി കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അവർക്ക് കുറച്ചുകൂടി ഇൻറ്റേൺഷിപ്പൊക്കെ കിട്ടുന്നുണ്ട്. എനിക്കറിയില്ല എന്താണ്, അവർ കുറച്ചുകൂടെ പാർട്ട് ടൈമിനൊന്നും പ്രയോറിറ്റി കൊടുക്കാതെ അവർ വരുമ്പോൾ തന്നെ സർട്ടിഫിക്കേഷൻസിനൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്ക് അന്നേരം ഞാൻ സ്റ്റുഡൻറ്റിനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒത്തിരി സർട്ടിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പുള്ളിയോട് പാർട്ട് ടൈമിന് നോക്കുന്നില്ലെന്ന് പുള്ളിനോട് പറഞ്ഞത്, ആ സ്റ്റുഡൻറ്റ് പറഞ്ഞ പാർട്ട് ടൈമിന് ഇപ്പോൾ നോക്കുന്നില്ല. എന്നുവെച്ചാൽ പുള്ളി ഇപ്പോൾ ആ സമയം കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാസ്റ്റേഴ്സ് ഇൻ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ പുള്ളി CFAയുടെ എക്സാംസ് എഴുതുന്നുണ്ട്. പുള്ളി നല്ല സീരിയസ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പം പുള്ളി പറഞ്ഞത് ഞാൻ ഈ പാർട്ട് ടൈമിന് പോകുന്ന സമയത്ത് ഞാൻ കൂടുതൽ സർട്ടിഫിക്കേഷൻസ് എടുക്കാൻ വേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷേ അത് എല്ലാവർക്കും സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറേ പേർക്ക് പിന്നീട് ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ പറ്റുന്നുണ്ട്, അതോടൊപ്പം തന്നെ പിന്നെ ജോലി ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ പാർട്ട് ടൈമിന് പ്രയോറിറ്റി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. 1 or 2 days ഒക്കെ പോയതിന് ശേഷം കൂടുതൽ നിങ്ങളൊരു സർട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾ പഠിക്കുന്ന മേഖലയിൽ എടുക്കുക. നിങ്ങളുടെ സ്കിൽസ് വളർത്തുക. സ്കിൽസ് വളർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആരും ഇവിടെ ഒരു ജോലി തരാൻ പോകുന്നില്ല. അത് ലോകത്തിൽ ഏത് രാജ്യത്താണെങ്കിലും അതൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല സ്കില്ലുണ്ട്, നിങ്ങൾക്ക് നല്ല ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ കുറച്ചുകൂടെ സാധ്യത കൂടുതലാണ്. ഈസിയാണെന്നല്ല പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക. നിങ്ങളൊരു ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലാത്തൊരു സ്ഥലത്താണ് ഇപ്പം ജർമ്മനിയോ ഫ്രാൻസിലോ ആണെങ്കിൽ ലാംഗ്വേജിന് വേണ്ടി പരമായിട്ട് ട്രൈ ചെയ്യുക. ഇപ്പം പല സ്റ്റുഡൻസും അതിനും ട്രൈ ചെയ്യുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലൊരു അവസ്ഥ. പക്ഷേ ട്രൈ ചെയ്യുന്ന കുറേ ആളുകൾക്ക് ഇൻറ്റേൺഷിപ്പ് ലഭിക്കുന്നുണ്ട്, കുറേ ആളുകൾക്ക് ജോലി ലഭിക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ ഞാൻ സ്റ്റുഡൻറ്റോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം നിങ്ങൾക്കൊക്കെ അറിയാമെന്നായിരിക്കും, പയ്യൻ ഒത്തിരി കഷ്ടപ്പെട്ടു. അദ്ദേഹം ഒത്തിരിയും ഇൻറ്റേൺഷിപ്പിൻ്റെ ഇതൊക്കെ അയച്ചതിന് ശേഷം ഇപ്പം നിലവിൽ ലക്സംബർഗിൽ ഒരു ഇൻറ്റേൺഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞു. ഏകദേശം 2500 euros ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പുള്ളി ആ പയ്യനോട് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി പിന്നെ ട്രൈ ചെയ്തിട്ടാണ് അതിൽ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുകയും ട്രൈ ചെയ്യുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ കൂടുതൽ നെറ്റ്വർക്കിംഗ് ചെയ്യുക, നിങ്ങളുടെ സീനിയേഴ്സുമായിട്ടൊക്കെ ട്രൈ ചെയ്യുക. നെഗറ്റീവ് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വരില്ല. നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ നമുക്ക് കുറച്ചുകൂടെ നിങ്ങൾക്കൊരു ജോലിയിൽ ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പകുതി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പകുതിയിൽ കൂടുതൽ ആളുകൾക്ക് തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ തന്നെ തിരിച്ചു പോയെന്ന് പറഞ്ഞാലും അപ്പം നിങ്ങൾ പലപ്പോഴും ചോദിക്കുമ്പം ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു എബോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രോബ്ലം ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫ്രാൻസിൽ നിന്നൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇവിടെ MO മീൻസ് പിന്നെ IELTSൻ്റെ ആവശ്യമില്ല. അപ്പോൾ പല സ്റ്റുഡൻസ് MOA വെച്ചിട്ട് ഫ്രാൻസിൽ വരുന്നുണ്ട്. പക്ഷേ അവർക്ക് കൃത്യമായ ലാംഗ്വേജ് ഇംഗ്ലീഷ് അറിയില്ല, ഫ്രഞ്ച് അറിയില്ല, സ്കിൽസ് ഇല്ല, പിന്നെ ടെക്നിക്കൽ നോളജിൽ ഒന്നുമില്ല. ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെ ജോലി കിട്ടും? ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഇൻറ്റേൺഷിപ്പ് കിട്ടും? അപ്പോൾ ഇങ്ങനെയുള്ളവരാണ് കൂടുതലായിട്ടും ഈ ഞാൻ പറഞ്ഞ ആവറേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ എബോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസാണ് ഏറ്റവും കൂടുതൽ ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നത്. ഇപ്പോൾ പല സ്റ്റുഡൻസും കാണിക്കുന്ന വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോ കോസ്റ്റ് ആയിട്ടുള്ള കുറേ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ലാറ്റ്വോ, ലിറ്റ്വാനിയ, അങ്ങനെ സ്ലോവേനിയ, സ്ലോവാക്യ എന്നൊക്കെ പറഞ്ഞ് ഈ രാജ്യങ്ങളിലൊക്കെ ചിലപ്പോൾ നല്ല എഡ്യൂക്കേഷണൽ ക്വാളിറ്റിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറേ കാണും. പക്ഷേ അവിടെ പോയാലും ലോങ് ടൈമിലൊക്കെ പലർക്കും നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻറ്റൻഷൻ പല സ്റ്റുഡൻസും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ ഒരു ലോങ് ടൈം ഇൻറ്റൻഷൻ ആ രാജ്യത്ത് നിൽക്കാനാണെങ്കിൽ ആ രാജ്യത്തെ ലാംഗ്വേജും ഒക്കെ പഠിക്കുക തന്നെ വേണം. അപ്പം ഈ ഒരു ചെറിയ രാജ്യങ്ങളൊക്കെ പോകുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഫണ്ട് ആവില്ല, എന്നാൽ പോലും അവിടെയും ലോങ് ടേമിൽ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ ഫ്രാൻസിലാണെങ്കിലും ഇപ്പോൾ പല സമ്മർ ജോബ്സിനൊക്കെ
ഈ പല രാജ്യങ്ങളിലും യൂറോപ്യൻ റൊമേനിയ സ്പെയിനിൽ നിന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സമ്മർ ജോബ്സിനൊക്കെ ഫ്രാൻസിൽ ആളുകൾ വരുന്നത് എന്ന് വെച്ചാൽ അവിടെ മിനിമം വേതനം വളരെ കുറവാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് കുറേ ആളുകൾ അവിടെ നിന്ന് ഇവിടെ ജോലി വരാൻ പിന്നെ ഫ്രാൻസിൽ ജോലിക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ ഉള്ള ആളുകൾക്ക് പോലും നല്ല വലിയ രീതിയിലുള്ള ജോലിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു രാജ്യത്ത് പോകുമ്പോൾ അതോടൊപ്പം തന്നെ അവിടുത്തെ ലാംഗ്വേജസ് പറയുന്ന രാജ്യത്തെ ലോക്കൽ ലാംഗ്വേജസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലാംഗ്വേജസ് ഒന്നും പഠിച്ചു കഴിഞ്ഞാൽ വലിയ പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വലുതായിട്ടില്ല എന്നുള്ളൊരു സത്യം. ഇപ്പോൾ ലാറ്റ്വിയയിലും ലിറ്റ്വാനിയയിലും അല്ലെങ്കിൽ ആ രാജ്യത്തൊക്കെ പോയിട്ട് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് ആളുകൾ മാത്രം സംസാരിക്കുന്നുള്ളൂ. ഇപ്പോൾ നോട്ട് ലൈക്ക് ഫ്രഞ്ചോ ജർമ്മനോ പോലെയുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ ഫ്രഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ ലോകത്തിലൊരു 25ഓളം രാജ്യത്ത് സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാനഡിയൻ പിആറിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇനിയിപ്പം ലോകത്തിൽ എവിടെ പോയാലും ലക്ഷറി മാർക്കറ്റ്, അതോടൊപ്പം തന്നെ ഇന്ത്യ തിരിച്ചു വന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഞ്ച് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ജർമ്മൻ പഠിച്ചു കഴിഞ്ഞാൽ ജർമ്മനി പോലെ, സ്വിറ്റ്സർലൻഡ് പോലെ, ബെൽജിയം പോലെ പല രാജ്യത്തും ജർമ്മൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു വലിയ GDP ഉള്ള അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡായിട്ടുള്ള രാജ്യത്ത് വന്നാൽ അവിടുത്തെ അതാണ് ഈ ഒരു അത്യാവശ്യം വലിയൊരു രാജ്യത്ത് ജീവിക്കുന്നതും പഠിക്കുന്നതും അതോടൊപ്പമായിട്ടുള്ള വലിയൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഒരു മുമ്പേ പറഞ്ഞ പോലെ ഈ ചെറിയ രാജ്യങ്ങളിൽ പോയി പഠിച്ചതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ലോങ് ടൈം നിൽക്കണമെങ്കിൽ അവിടുത്തെ ഭാഷ പഠിക്കണം. ആ ഭാഷ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല, സിറ്റിസൺഷിപ്പ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു റിയാലിറ്റി പലരും മനസ്സിലാക്കുന്നില്ല. ഈ കേരളത്തിൽ നിന്ന് പോകുന്ന സ്റ്റുഡൻസ് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ചെറിയ രാജ്യത്ത് പോകുന്നുണ്ട്. പിന്നീട് അവിടെ പോയിട്ടും പലരും കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ പലരും ചിന്തിക്കുന്നത് അവിടെ പോയാൽ ഈസിയായിട്ട് പിന്നീട് മറ്റു രാജ്യങ്ങളിലേക്ക് വരാമെന്നൊക്കെയാണ്. പക്ഷേ അത് അത്ര ഈസിയാണെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പം ജസ്റ്റ് ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ പല ആളുകളും വരുന്നുണ്ട്. അത് അവരുടെ താല്പര്യം. പക്ഷേ എന്നാൽ പോലും ഈ ഒരു കാര്യങ്ങൾ മനസ്സിൽ വേണം നിങ്ങളിപ്പോൾ ചെറിയൊരു രാജ്യം അതിൽ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി. ഞാനെപ്പോഴും പലരോടും പറയാറുണ്ട്, നിങ്ങളിപ്പോൾ സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ളവർ ശരിയാണ്, അവർക്കത് പറ്റില്ല. നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് നല്ല മാർക്കുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ട്രൈ ചെയ്യാം. ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങൾ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല GDP ഉള്ള വലിയ രാജ്യം തന്നെ ട്രൈ ചെയ്യുക എന്ന് ഞാൻ പല സ്റ്റുഡൻസിനോടും പറയുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസൊക്കെ ആണെങ്കിൽ പോലും ഞാനൊരിക്കലും ചെറിയ രാജ്യത്ത് പോയി പഠിക്കാൻ പറയില്ല. സാമ്പത്തിക മോശമുള്ളവർക്ക് അത് ട്രൈ ചെയ്യാം. അല്ല, അത്യാവശ്യം നല്ല പഠിക്കാൻ കഴിവുള്ളതും നല്ല സ്കിൽസും ഉള്ളതും ഫൈനാൻഷ്യലി വലിയ ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ നല്ല ബിസിനസ് സ്കൂൾസൊക്കെ ട്രൈ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് സ്കൂളിൽ പോയി പഠിക്കാൻ തന്നെ ഞാൻ എപ്പോഴും റെഫർ ചെയ്യാറുണ്ട്. അതിൻ്റെ മെയിൻ കാരണം ഇത് തന്നെയാണ്. പിന്നീട് നിങ്ങൾക്ക് ലോങ് ടേമിൽ നോക്കുമ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ബെനിഫിഷ്യൽ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് ഇപ്പം ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പറയണമെന്ന് തോന്നിയത്. പിന്നെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നല്ല നെറ്റ്വർക്ക് ഉണ്ടാക്കുക, പരമാവധി ശ്രമിക്കുന്നവർക്ക് കുറേ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ ലോങ് ടേം ജോലി കിട്ടുന്നതിനാലും നന്നായിട്ട് ശ്രമിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളവർ ഇന്ത്യൻസ് അല്ലാത്ത നിങ്ങളുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയൊക്കെ നോക്കിയാൽ മതി. ഞാൻ പലരെയും കാണാറുണ്ട്. ഇപ്പം ചൈനയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസും അതോടൊപ്പം തന്നെ മറ്റ് പല ഏഷ്യയിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിലും അവർക്ക് ഇൻറ്റേൺഷിപ്പും ജോലിയൊക്കെ കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. എനിക്കറിയില്ല എന്തുകൊണ്ട്, അവർക്ക് കൂടുതൽ ടെക്നിക്കൽ നോളജ് ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരതിന് വേണ്ടി ട്രൈ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. നമ്മുടെ വിദ്യാർത്ഥികൾ, ഞാൻ ഈ കുറച്ച് മലയാളികളൊക്കെ വരുമ്പോൾ തന്നെ അവർ പലരും വലിയ രീതിയിൽ ശ്രമിക്കുന്നില്ല. എല്ലാവരും ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു പാർട്ട് ടൈമിലേക്ക് എത്തിപ്പെടുക, അതിനുശേഷം അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് മെയിനായിട്ടൊരു കാര്യം. പിന്നെ അതോടൊപ്പം തന്നെ പല കോളേജുകളും പറയാറുണ്ട് പഠനത്തിന് ശേഷം അവർ ബ്രോഷേഴ്സിലൊക്കെ നോക്കി തന്നെ 90 ഡേയ്സിനുള്ളിൽ 60 ഡേയ്സ് മീൻസ് 6 മന്ത്സിനുള്ളിൽ 98% ആളുകൾ ഇപ്പം ജോലി ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ളൂ. പക്ഷേ പലർക്കും അത് റിയാലിറ്റിയിൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കോളേജുകൾ അങ്ങനെ പലതും പറയും. പിന്നെ അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമല്ല പല കമ്പനികളും ഇപ്പോൾ ഏജൻസികളാണെങ്കിലും പലരും പറയാറുണ്ട് കോളേജുകൾ ഇൻറ്റേൺഷിപ്പ് തരുമെന്ന്. ഒരിക്കലും ഇല്ല. ഇൻറ്റേൺഷിപ്പ് 100% ഒരിക്കലും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. 99% ഇൻറ്റേൺഷിപ്പും നമ്മൾ ശ്രമിച്ചാലേ കിട്ടുകയുള്ളൂ. ഒരു കോളേജുകളും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇൻറ്റേൺഷിപ്പ് തരത്തില്ല. അത് വരുന്നത് നിങ്ങളത് മനസ്സിലാക്കേണ്ട റിയാലിറ്റിയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് സ്റ്റുഡൻസ് നന്നായിട്ട് അറിയാൻ മാത്രമേ ഇൻറ്റേൺഷിപ്പ് കിട്ടത്തുള്ളൂ. പക്ഷേ പല ആളുകളും നിങ്ങളോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുമായിരിക്കും. ഇന്ന കോളേജിൽ പോയി കഴിഞ്ഞാൽ 100% ഇൻറ്റേൺഷിപ്പ് കിട്ടും അല്ലെങ്കിൽ തരുമെന്നുള്ളത്. ചില സ്കൂൾസും കോളേജുകളും ഇൻറ്റേൺഷിപ്പ് സ്റ്റുഡൻസിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഭൂരിഭാഗം കോളേജുകൾ നിങ്ങൾ വേണ്ടി ട്രൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ലഭിക്കുകയുള്ളൂ. അങ്ങനെ അതൊരു മെയിനായിട്ടുള്ള കാര്യം എനിക്ക് പറയണം തോന്നിയിട്ടുണ്ട്. അത് നാട്ടിൽ നിന്ന് വരുമ്പം നിങ്ങളത് ശ്രദ്ധിക്കാറില്ല.